ഡയറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് PCOD പോലെയുള്ള ഹോർമോണൽ പ്രശ്നങ്ങളിൽ നമുക്ക് ഓവർ വെയ്റ്റ് വരുന്ന കണ്ടീഷനിലെല്ലാം ഡയറ്റിങ്ങിന് പിന്നാലെ നമ്മൾ പായാറുണ്ട്. അപ്പോൾ എന്താണ് നല്ല ഡയറ്റ് പ്ലാൻ? ഓരോ മനുഷ്യർക്കും മനുഷ്യന് പറ്റിയ കൃത്യമായ ഡയറ്റ് പ്ലാൻ ഇതാണ് എന്നൊരു നമുക്കൊരു നിശ്ചിത വട്ടത്തിൽ അതിനെ പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചും ഓരോ വ്യക്തിയുടെയും ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ചും കാലാവസ്ഥയ്ക്കനുസരിച്ചും ഫുഡ് കഴിക്കുന്ന സമയത്തിനനുസരിച്ചും ഒക്കെ നമ്മുടെ മെറ്റബോളിസം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന ആൾക്ക് ഇന്ന ഡയറ്റായിരിക്കും സ്യൂട്ട് ആവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ PCODക്ക് ഇന്ന ഡയറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് കാണാം. ഡയറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഭക്ഷണശീലങ്ങളെയൊക്കെ ആകെ മാറ്റിമറിക്കുന്നത് ശരീരത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് അരിയാഹാരം കഴിച്ച് ശീലിച്ച് വന്നവർ ഒരു ദിവസം പെട്ടെന്ന് അരിയാഹാരം ഇനി മുതൽ കഴിക്കുന്നില്ല, ഇനി മുതൽ മില്ലറ്റ്സ്, റാഗി, ഗോതമ്പ്, ഓട്സ് ഇതൊക്കെ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനം എടുക്കുമ്പോൾ അതിന് ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. രണ്ടാമത്, അത്താഴം തീരെ ഒഴിവാക്കുക. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സോട് കൂടി അന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കുക. അത്താഴം തീരെ ഒഴിവാക്കുന്നതിനും നമുക്ക് ആരോഗ്യകരമായ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ വിശക്കുമ്പോൾ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത സമയം, ഡയറ്റ് പ്ലാൻ അനുസരിച്ച് സമയം ആവാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയം കുറയ്ക്കാൻ, ഭക്ഷണം കഴിക്കുന്ന അളവ് കുറയ്ക്കാനൊക്കെ നമ്മൾ വിശക്കുമ്പം വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിച്ച് വയറ് നിറച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ വളരെ തെറ്റായ പ്രവണതകളാണ്. നമുക്കറിയാം PCOD എപ്പോഴും ഒരു മെറ്റബോളിസത്തെ, നമ്മുടെ ഡൈജഷനെയൊക്കെ സ്വാധീനിച്ച് നിൽക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മെറ്റബോളിസത്തെ വളരെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഇത്തരം ഭക്ഷണ പ്രവണതകൾ നമ്മൾ നിർത്തി ഒരു വളരെ ഹെൽത്തി ആയിട്ട് ഭക്ഷണത്തെ കണ്ട് ശീലിച്ചതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, നമുക്ക് തടി കുറയ്ക്കാനോ നമുക്ക് ഒരു പേടിപ്പിക്കുന്ന സംഭവമായിട്ട് ഒരിക്കലും ഭക്ഷണം മാറരുത്. നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തോടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങി നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാവണം ഭക്ഷണം. ആ ഒരു സന്തോഷം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടണം. അതാണ് അത് ഭക്ഷണത്തിൻ്റെ ശരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഫുഡും നമ്മുടെ ഇമോഷൻസും നമ്മുടെ മാനസികാവസ്ഥയ്ക്കായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് ഫുഡിനെ നമ്മളൊരു ശത്രുവായിട്ട് കാണുന്നത് ആദ്യം നിർത്തുക. രണ്ടാമത്, തടി നോക്കി മാത്രമല്ല നമ്മളെപ്പോഴും ഡയറ്റ് നിശ്ചയിക്കേണ്ടത്, അല്ലേ? ഒരു 90 കിലോ ഉള്ള എന്നാൽ വളരെ റെഗുലർ പീരീഡ്സ് ഉള്ള വളരെ ഹെൽത്തി ആയിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഇല്ലാത്ത എത്രയോ പേർ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 50 കിലോ ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, പീരീഡ്സിന് ഒരുപാട് പ്രോബ്ലം, വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉള്ള പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തടി മാത്രമല്ല അവിടുത്തെ കാര്യം. തടി നോക്കി മാത്രം നമ്മൾ ഡയറ്റ് നിശ്ചയിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിലുള്ള മസിൽ ഫാറ്റ് റേഷ്യോ ആണ് പലപ്പോഴും നമ്മുടെ ഹെൽത്തിനെ പ്രവചിക്കാൻ ആവശ്യമായ ഒരു സംഭവം. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് മസിൽ മാസ്, നമുക്ക് മസിൽസ് ആവശ്യത്തിനുണ്ട് എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗറിനെ വളരെ കൃത്യമായിട്ട് ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുപോലെ ഇൻസുലിൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അതുപോലെ കൊഴുപ്പിൻ്റെ ശേഖരണം, കൊഴുപ്പിനെ ഏത് തരത്തിൽ ശരീരത്തിന് വിനിയോഗിക്കണം എന്നൊക്കെ നമ്മുടെ മസിലിന് തീരുമാനിക്കാൻ സാധിക്കും. എന്നാൽ മസിൽസ് തീരെ ഇല്ല, ഫാറ്റാണ് കൂടുതൽ നിൽക്കുന്നത്, എന്നാൽ പൊതുവെയുള്ള വെയിറ്റ് കുറവാണെന്ന് വെച്ചാലും അവിടെ ഒരാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഡയറ്റിനേക്കാളും എപ്പോഴും പ്രാധാന്യം നമ്മൾ എക്സസൈസിന് കൊടുത്തു കാണുന്നത്. എക്സസൈസ് വഴി മാത്രമേ നമുക്ക് ആ ഒരു മസിൽ മാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്ന ഭക്ഷണം ഏതെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. യൂട്യൂബിൽ കണ്ടതും അവിടെ ഇവിടെ വായിച്ചതും എല്ലാം കയറി പരീക്ഷിക്കാൻ നിൽക്കരുത്. നമുക്ക് ഇത്രയും കാലം കഴിച്ച നമ്മുടെ ശീലങ്ങളിൽ നിന്നും നമ്മുടെ അറിവുകളിൽ നിന്നും നമുക്ക് പറ്റുന്ന ഭക്ഷണം ഏതെന്ന് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി മനുഷ്യനില്ല എങ്കിൽ നമുക്ക് മൃഗങ്ങളെക്കാളും താഴെയാണ് ആ തരത്തിലുള്ള അറിവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓരോ കാര്യം കേൾക്കുന്നതനുസരിച്ച് ചേഞ്ച് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയെന്ന് അറിയാം, മധുരത്തിൻ്റെ അപകടങ്ങൾ അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായ അളവിൽ അരിയാഹാരം, പച്ചക്കറികൾ, മാംസം, മത്സ്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ ഡയറ്റ് എപ്പോഴും ക്രമീകരിക്കാൻ.
എന്ത് കഴിക്കുന്നു എന്നുള്ളത് പോലെ പ്രധാനം തന്നെയാണ് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതും. അത് ഭക്ഷണത്തിൻ്റെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മുടെ ഫാറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ 6 മണിക്ക് മുൻപ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള അളവിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതും 6 മണിക്ക് ശേഷം 8 മണിയോ 9 മണിയോടെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ചപ്പാത്തി വളരെ സാലഡും കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാനസികാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വ്യക്തിക്കനുസരിച്ചും നമുക്ക് ഭക്ഷണം കസ്റ്റമൈസ് ചെയ്ത് പറയാനാകണം. അപ്പോൾ മനസ്സർപ്പിച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം നമുക്ക് എനർജി തരണം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സന്തോഷം, എനർജി ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതാണ് ശരീരത്തിനും മനസ്സിനും ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഭക്ഷണത്തെ പേടിക്കാതിരിക്കുക.